വീഡിയോ ഞാൻ ചെയ്യുന്നത് ക്രിക്കറ്റ് കമന്ററിയെ പറ്റി സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ ഇവിടെ ലോക്കൽ ടൂർണമെന്റ്സ് ഒക്കെ നമ്മൾ കമന്ററി ചെയ്യാറുള്ളതാണ്. അതിൽ ലൈവ് മാച്ചസ് ഒക്കെ കമന്ററി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മാച്ചുകളിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഇനി ഞാൻ ആസ്പയറിംഗ് കമന്റേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇനിയും എന്തൊക്കെ ഭാവിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പല സ്റ്റഡികളും പല പോഡ്കാസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കമന്റേറ്റർ ആകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിലുള്ള കമാൻഡാണ്. നമുക്ക് വാക്കുകൾ പെട്ടെന്ന് വരിക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും വാക്കുകൾ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ ആ ഒരു പ്രസൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അത് എപ്പോഴും കാര്യങ്ങൾ പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാനും നല്ല രീതിയിൽ നമുക്ക് അവിടുത്തെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനും നമുക്ക് ഉപകരിക്കപ്പെടും. ഇപ്പൊ നമ്മള് ഇപ്പൊ ടി വിയിലൊക്കെ കമന്ററി കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ 3 പേരൊക്കെ കമന്റേറ്റേഴ്സ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കമന്ററിയിൽ ശരി ഈ ഗ്രൗണ്ടിലെ പ്രസന്റേഷൻ ഒക്കെ ആകുമ്പോൾ മോസ്റ്റ്ലി 3 പേരൊക്കെ മിനിമം ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഹർഷ ഭോഗ്ലെ സാറിന്റെയും രവി ശാസ്ത്രി സാറിന്റെയും ഒക്കെ പോഡ്കാസ്റ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ് ഇവർക്ക് പല ഡിഫൈൻഡ് റോൾസ് ഉണ്ട്. അവർ ആ ഒരു കമന്ററി പറയുന്നതിൽ തന്നെ അവർക്ക് റോൾസ് ഡിഫൈൻഡ് ആണ്. അതായത് ഒരാള് കോളർ എന്നുള്ളൊരു റോളിലാണ് അസൈൻ ചെയ്തേക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് വേറെ ഇതിൽ പറയാം. ഒരാൾ കോളർ എന്ന് പറയുമ്പോൾ അയാൾ അവിടെ നടക്കുന്ന കാര്യം ഡിഫൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് രണ്ടുപേര് അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് പറയുന്നു. അത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, അതിന്റെ ബോളിങ്ങിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാറ്റിങ്ങിന്റെ ടെക്നിക്കിന്റെ കാര്യങ്ങൾ, ആ പിച്ചിന്റെ കാര്യങ്ങൾ, അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ ബോളിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വ്യക്തമായിട്ടുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ബാക്കി രണ്ടുപേരും കൊടുക്കും. അപ്പൊ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് കാണുന്ന ഒരാൾക്ക് വിരസത അല്ലാത്ത രീതിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഒപ്പീനിയൻസും അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇൻടേക്കും നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഒരു കമന്ററിയുടെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കമന്റേറ്റർ ആവാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് കമന്ററി ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫീൽഡിന്റെ നോളജ്, അതായത് ആ ഫീൽഡിംഗ് പൊസിഷന്റെ നോളജും ആ ഫീൽഡേഴ്സിന്റെ പൊസിഷൻസ്, ഫീൽഡിംഗ് പൊസിഷൻസിന്റെ നോളജ്, അതുകൂടാതെ ഒരു ഗ്രൗണ്ടിന്റെ നോളജ്, ഇതെല്ലാം നമുക്ക് ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ് ഒരു കമന്ററി പറയുമ്പോൾ. കാരണം നമുക്ക് പല ഷോട്ടുകളുടെയും ഏത് ഭാഗത്തേക്കാണ് പോയത്, അതെന്താണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട്, അതായത് ഒരു കമന്ററി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപക്ഷെ ഫീൽഡിംഗ് പൊസിഷൻസ് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ആസ്പയറിംഗ് ആയിട്ടുള്ള കമന്റേറ്റേഴ്സും പുതിയ പിള്ളേർ, ഇപ്പോൾ ആസ്പയറിംഗ് കമന്റേറ്റേഴ്സ് മാത്രമല്ല ക്രിക്കറ്റ് നോളജിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നവരും നമ്മൾ കളിച്ചു വളർന്ന പുതിയ തലമുറ പിള്ളേർക്കും എല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ടിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ പല ക്രിക്കറ്റ് കളിക്കുന്നവർക്കെല്ലാം പൊതുവെ, കാണുന്നവർക്ക് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ കുറച്ച് കമന്ററി ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ കളി കാണുന്നിടയിൽ അത്രയും കൂടുതൽ കാര്യങ്ങളായിട്ടൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം ബൗണ്ടറി, ഏറ്റവും പുറത്തുള്ള ഇതിനെ ബൗണ്ടറി ആണെന്നറിയാം. ഇടയിൽ നമ്മൾ 30 യാർഡ് സർക്കിൾ എന്ന് പറഞ്ഞൊരു സർക്കിൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ പവർ പ്ലേയുടെ അകത്ത് മിനിമം ഇത്ര പേര് അകത്ത് വേണം, 4 പേര് ഇടാം, അത് കഴിഞ്ഞ് പുറത്തിടാൻ പാടില്ല, അങ്ങനെ കുറെ റൂൾസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ആ റൂൾസിലേക്ക് പോകുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പവർ പ്ലേയിൽ 2 പേരാണ് പൊതുവെ പുറത്ത് വരുള്ളൂ, ബാക്കി എല്ലാവരും അകത്താണ് രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പവർ പ്ലേയുടെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇന്നർ ഫീൽഡിൽ ഇത്ര പേര്, ഔട്ടർ ഫീൽഡിൽ ഇത്ര പേര് എന്നുള്ളത്, അതായത് ബോളറേയും കീപ്പറും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും രണ്ടുപേര് മാത്രമേ പുറത്ത്, അതായത് ഈ ഇന്നർ ഫീൽഡിന്റെ പുറത്ത് വരുള്ളൂ. അപ്പൊ ഇന്നർ ഫീൽഡ് എന്താ, ഔട്ടർ ഫീൽഡ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 30 യാർഡിന്റെ അകത്ത് വരുന്നതിനെ നമ്മൾ ഇൻഫീൽഡ് എന്ന് വിളിക്കും. അത് തന്നെ 15 യാർഡ്സിന്റെ അകത്ത് വരുന്നതിന് ക്ലോസ് ഇൻഫീൽഡ് എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ഫീൽഡേഴ്സിനൊക്കെ വെക്കുമ്പോൾ ക്ലോസ് ഇൻഫീൽഡിലാണ് വെച്ചേക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയാൻ പറ്റും. ഇനി അതുകൂടാതെ നമ്മൾ ഈ ഗ്രൗണ്ടിന്റെ ചില പൊസിഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഗ്രൗണ്ടിന്റെ വളരെ ബൗണ്ടറിയോട് ക്ലോസ് ആയിട്ടുള്ള പൊസിഷൻസിന് നമ്മൾ ഡീപ്പ് പൊസിഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഡീപ്പർ എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററോട് ക്ലോസ് ആയിട്ട് വന്നതിന് ഷോർട്ടർ എന്ന് പറയാറുണ്ട്. ഈ ക്ലോസ് ഇൻഫീൽഡിന്റെ അകത്ത് വന്നതിന് സില്ലിയർ എന്ന് പറയാറുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് റൈറ്റ് ഹാൻഡ് ബാറ്റർ നിൽക്കുകയാണെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പറയുന്നത്. റൈറ്റ് ഹാൻഡ് ബാറ്റർ നമ്മുടെ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അയാളുടെ ക്രീസിന്റെ ബാക്കിലേക്ക് പോകുന്ന ഫീൽഡിലേക്ക് ബാക്ക്വേർഡ് ഫീൽഡും ബ്രേക്കുള്ളതിന് ഫോർവേഡ് ഫീൽഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ അതുകൂടാതെ റൈറ്റ് ഹാൻഡറിന്റെ ഈ സൈഡെല്ലാം ഓഫ് സൈഡ് ആയിരിക്കും, ഇതെല്ലാം ലെഗ് സൈഡ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡറിന് ഇതെല്ലാം നേരെ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഒരു ബോൾ നമ്മൾ ബാക്കിലേക്ക് പോകണം. അപ്പോൾ ബാക്കിലേക്ക് പോകുന്നത്
വളരെ കീപ്പറിനോട്ട് വളരെ ക്ലോസ്. അതായത് ഇവിടെ ഒരു ഇമാജിനറി ലൈൻ വരച്ചേക്കണ ലൈനൊന്നും നമ്മൾ ഒറിജിനൽ ഗ്രൗണ്ടിൽ കാണാറില്ലല്ലോ. അപ്പോൾ അതിന്റെ വളരെ ക്ലോസ് ആയിട്ട് പോകണതിന് ഫൈനായിട്ട് പോയി, ഫൈനറായിട്ട് പോയി എന്ന് പറയും. നേരെ മറിച്ച് അത് ഈ ഒരു സൈഡിലേക്ക് പോകണമെങ്കിൽ വൈഡർ ആയിട്ട് പോയി എന്ന് പറയാം. അതായത് ബോളിന്റെ കേസ് മാത്രമല്ല, ഫീൽഡറിനെ നമ്മൾ വൈഡ് ആയിട്ട് നിർത്തി ഫൈനായിട്ട് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈഡർ എന്ന് പറയുമ്പോൾ ഈ ലൈനിൽ നിന്ന് എവേ ആയിട്ട് നിർത്തുന്നു, അല്ലെങ്കിൽ ഈ സൈഡിൽ എവേ ആയിട്ട് നിർത്തുന്നു. ഫൈനർ എന്ന് പറയുമ്പോൾ ഈ ലൈന് ക്ലോസ് ആയിട്ട് നിർത്തും. സ്റ്റെമ്പിന്റെ നേരെ പുറകെ ആകെ കീപ്പറിന് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ റൂൾസിലൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഈ ക്രീസിന്റെ നേരൊക്കെ വരുന്ന ഈ ഒരു സൈഡിലൊക്കെ നേരെ, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ നേരൊക്കെ വരുന്നതിന് സ്ക്വയറായിട്ട് നിൽക്കുക എന്ന് പറയും. ക്രീസിൽ നിന്ന് കുറച്ച് മാറിപ്പോയാൽ നമ്മൾ ഫൈനർ അല്ലെങ്കിൽ ഫൈനറായിട്ട് നിൽക്കുക എന്ന് പറയാറുണ്ട്. പിന്നെ ഏറ്റവും ദൂരെയൊക്കെ പോകുന്നതിന് നമ്മൾ ലോങ്ങർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സൈഡ് ഇത് സ്ട്രെയിറ്റ് ലോങ്ങർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതാണ് നമ്മൾ ജനറലി ഫീൽഡിന്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു പൊസിഷൻസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫീൽഡിന്റെ അകത്ത് ഒരു ഗ്രൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ടേംസ്. അപ്പോൾ ആള് നിൽക്കുന്ന ഇന്ന സ്ഥലത്താന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് സ്പെസിഫിക് പൊസിഷൻസ് ഉണ്ട്. എന്നാലും ഈ ഡീപ്പർ, സ്ക്വയർ, സ്ട്രെയിറ്റർ, ലോങ്ങർ, ഫൈനർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈഡർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുപോലെ ബാക്ക്വേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഫോർവേഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ റേഡിയോയിൽ കമന്ററിയിലൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പെട്ടെന്ന് പറയുന്നത്, അതെല്ലാം സ്പോണ്ടേനിയസ് ആണ്. ഓരോ ബോളും പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റേഡിയോയിലായതുകൊണ്ട് നമുക്ക് ഈച്ച് ആൻഡ് എവരി സാധനം ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് പൊസിഷൻസ് ഇട്ടേക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ബോളിനെ പറ്റിയും ഷോട്ടിനെ പറ്റിയും എല്ലാം നമുക്ക് പറയേണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ സ്പീഡിൽ അത് പറഞ്ഞിരുന്നു. ഈ 90s കിഡ്സിനൊക്കെ കുറച്ചൊക്കെ റേഡിയോയിലൊക്കെ കേൾക്കേണ്ട കാര്യങ്ങൾ വന്നു. അതിന് മുന്നേ ഒക്കെ കുറേയൊക്കെ റേഡിയോയിലായിരുന്നു, ടി വി ഒക്കെ വന്നതിന് മുമ്പൊക്കെ. 90s കിഡ്സിനൊക്കെ കൂടുതലും ടിവിയിൽ ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ കൂടുതലും ടി വി തന്നെ കാണാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്കൊരു എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു പ്രാവശ്യം ഒരു ഓസ്ട്രേലിയൻ ടൂർ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ അത് ദൂരദർശനിൽ ബ്രോഡ്കാസ്റ്റ് ഇല്ല, പക്ഷെ നമ്മുടെ ആകാശവാണിയിൽ അതിന്റെ ബ്രോഡ്കാസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അതായത് ഓഡിയോ, ഞാൻ എന്നിട്ട് ഓഡിയോ കേട്ടൊക്കെ ഓർമ്മയുണ്ട്. അതിൽ ഹിന്ദി ഇംഗ്ലീഷും മാറി മാറിയൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് തൊട്ടേ ഈ ഒരു കമന്ററി എന്ന് പറഞ്ഞ ഒരു സാധനത്തിനോട് നമുക്ക് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അന്ന് ഈ ഫീൽഡ് പൊസിഷൻസിനെ പറ്റി ഒന്നും അത്ര വലിയ ധാരണ ഇല്ലെങ്കിലും ആ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഓ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. ആ ഷോട്ട് ഇങ്ങനെ കളിച്ചു, അതെങ്ങനെ എങ്ങനെയാണ് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബെറ്റർ ദ ലാംഗ്വേജ് ബെറ്റർ ദ നോളജ് ഓഫ് ക്രിക്കറ്റ്, നമ്മൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ നമുക്ക് കമന്ററി പറഞ്ഞു പോകാൻ പറ്റും. കമന്ററി പറയുമ്പോൾ നമുക്ക് ഫീൽഡിംഗ് പൊസിഷൻസ് കുറച്ച് നോളജ് വേണ്ടത് അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഒരു വലിയൊരു ലിസ്റ്റ് ഓഫ് ഫീൽഡിംഗ് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആ ചുമന്ന ഇതിട്ടേക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഓർത്ത് വയ്ക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് വിക്കറ്റ് കീപ്പർ, ഇത് ബോളർ. അതിനുശേഷം പിന്നെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പലർക്കും അറിയാം. അറിയാത്തവർക്കായിട്ട് ഇത് ജസ്റ്റ് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടംപോലെ വീഡിയോസ് വേറെ കിടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് ഈ ഒരു കമന്ററിയുടെ ഒരു പാർട്ടിൽ അത് അനിവാര്യമായതുകൊണ്ട് ഞാനതെടുത്ത് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ വിക്കറ്റ് കീപ്പറിന് ശേഷം നമ്മൾ അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ സ്ലിപ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. 1 to 9 വരെ അവിടെ പൊസിഷൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇടയിൽ ഒരു ഫ്ലൈ സ്ലിപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രഡീഷണൽ പൊസിഷൻസ് ആണ്. മാത്രമല്ല ഈ വിക്കറ്റ് കീപ്പർ എന്നൊക്കെ പറഞ്ഞാൽ മാൻഡേറ്ററി പൊസിഷൻ. എന്തായാലും വിക്കറ്റ് കീപ്പറിലാണ്ടുള്ള ഒരു കളി ഉണ്ടാവില്ല. ബാക്കിയുള്ളതെല്ലാം മാൻഡേറ്ററി അല്ല. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, അതിന്റെ ബാക്ക് സൈഡിൽ കീപ്പറിന്റെ ഇവിടെ ലെഗ് സൈഡിൽ ഫൈൻ ലെഗ് എന്ന് പറഞ്ഞിട്ട് തേർഡ് മാൻ എന്ന് പറഞ്ഞിട്ട് സ്ട്രൈറ്റ് ഒരു ലോങ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഫൈൻ ലെഗ്, തേർഡ് മാൻ, അങ്ങനെയുള്ള പൊസിഷൻസ് ആണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവരെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഫൈനറിലേക്ക് കുറച്ച് ഫൈനായിട്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഈ സൈഡിലേക്ക് ഇട്ട് അവർ സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിപ്പോ ഈ ഫൈനലിലേക്ക് കുറച്ച് സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ട് അല്ലെങ്കിൽ വൈഡർ ആയിട്ടാണ് ഇരിക്കുന്നത്. തേർഡ് മാനും കുറച്ച് വൈഡർ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലായത്. തേർഡ് മാൻ ഈസ് എന്ത് വൈഡർ ഏരിയ അല്ലെങ്കിൽ വൈഡർ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൽ ഡിഫൈൻ ചെയ്യാം. ഒരാൾക്ക് ഒരു ഫീൽഡിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ക്രീസിന് നേരെയുള്ള പോയിന്റ് ആണ്. അതായത് ഇപ്പൊ ഞാനിപ്പോ പറയുന്ന സ്ട്രൈക്കർ, എസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ ആണ്. സ്ട്രൈക്കർ റൈറ്റ് ഹാൻഡർ ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് നേരെയുള്ള ഓഫ് സൈഡിലുള്ള ആളെ പോയിന്റ് എന്ന് വിളിക്കുന്നു. അയാൾക്ക് നേരെ ഓപ്പോസിറ്റ് ഈ സൈഡ് നിൽക്കുന്ന ആളെ സ്ക്വയറിലേക്ക് എന്ന് വിളിക്കുന്നു. ഇവിടെ SQL യു എന്ന് എഴുതിയാൽ സ്ക്വയർ ലെഗ് അമ്പയർ. നമ്മൾ സ്ക്വയർ ലെഗ് അമ്പയർ എന്നാണ് നമ്മൾ പൊതുവെ, അല്ലെങ്കിൽ ലെഗ് അമ്പയർ എന്നൊക്കെ പൊതുവെ പറയുമെങ്കിൽ ശരിക്കും സ്ട്രൈക്കർ ആൻഡ് അമ്പയറും നോൺ സ്ട്രൈക്കർ ആൻഡ് അമ്പയർ എന്നാണ് ശരിക്കും പറയേണ്ടത്. അമ്പയറിംഗ് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അവർ ആ ഒരു ടേംസിലായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ, ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ കവേഴ്സ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ, കവർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. അതിന്റെ
ഇപ്പൊ ഇതിന്റെ ഒരു മിറർ ഇമേജ് പോലെയാണ് ഇവിടെ മിഡ് വിക്കറ്റ്. അപ്പൊ കവർ മിഡ് വിക്കറ്റ് അല്ല, മിറർ ഇമേജ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് സൈഡിൽ ഒരു മിഡ് ഓഫ് എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്, മിഡ് ഓൺ എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. ഇതിന്റെ ഏറ്റവും ഇതിപ്പോ ഇന്നർ സർക്കിളിന്റെ അകത്താണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ലോങ് ഓൺ ലോങ് ഓഫ്, അതായത് മിഡ് ഓണിനെ പുറത്തേക്ക് ഇടുമ്പോൾ ലോങ് ഓൺ ആയി, മിഡ് ഓഫിനെ പുറത്തേക്ക് ഇടുമ്പോൾ ലോങ് ഓഫ് ആയി. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെക്കാൻ അങ്ങനെ ഓർത്ത് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് ഇങ്ങനത്തെ ചില ഇടയിലല്ലാത്ത കുറെ പൊസിഷൻസ് ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പൊസിഷൻസ് ആണിത്, അല്ലാത്ത കുറെ പൊസിഷൻസ് ഉണ്ട്. നമ്മൾ കവറിന്റെ പോയിന്റിന്റെ ഇടയിൽ കവർ പോയിന്റ് എന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചേക്കണ കാണാം. അതേപോലെ പോയിന്റിന് ബാക്ക്വേർഡ് ഇട്ട ബാക്ക്വേർഡ് പോയിന്റ്, ഫോർവേഡ് ഇട്ട ഫോർവേഡ് പോയിന്റ്. അതായത് ക്രീസിന് മുന്നിലും ബാക്കിലും നമ്മൾ നേരത്തെ അത് കണ്ടതാണ്. അത് തന്നെ സ്ക്വയർ ലെഗ് ഉണ്ട്, ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ്, ഫോർവേഡ് സ്ക്വയർ ലെഗ്. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിന് ഇട്ടേക്കുന്ന ബൗണ്ടറിയുടെ ക്ലോസ് ആക്കിയിട്ട് ഡീപ്പ് ബാക്ക്വേർഡ് പോയിന്റ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഡീപ്പ് കവർ പോയിന്റ്, അങ്ങനെയൊക്കെ വിളിക്കാം. അതേപോലെ തന്നെ സ്ക്വയറിന്റെ പൊസിഷൻസിൽ അതേപോലെ ഉണ്ട്, ഡീപ്പ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗ്, ഡീപ്പ് ഫോർവേഡ് സ്ക്വയർ ലെഗ്, അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. പിന്നെ മിഡ് വിക്കറ്റിനെ ഭയങ്കര ഇറക്കിയിട്ട് ഡീപ്പ് മിഡ് വിക്കറ്റ് എന്ന് പറഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ സ്വീപ്പർ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അതേപോലെ ഈ കവേഴ്സിനെ പുറത്തിട്ടേക്കുവാണെങ്കിൽ ഡീപ്പ് കവർ, അല്ലെങ്കിൽ ഡീപ്പ് കവർ, അല്ലെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ പൊസിഷൻസ് ഉണ്ട്, സ്വീപ്പർ കവർ എന്നൊക്കെ പറഞ്ഞ പൊസിഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലുള്ള പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ പൊസിഷൻസ് കഴിവതും നമ്മൾ ഓർത്ത് വെക്കാൻ പഠിക്കുക. ഇനി നമ്മുടെ ബാറ്ററിന്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ സില്ലിയർ പൊസിഷൻസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സില്ലി മിഡ് ഓൺ, ഈ പറഞ്ഞ പൊസിഷൻസിന്റെ പേര് ഇതൊക്കെ തന്നെ. സില്ലി മിഡ് ഓൺ, ഷോർട്ട് മിഡ് ഓൺ, സില്ലി മിഡ് ഓഫ്, സില്ലി പോയിന്റ്, പോയിന്റ് വളരെ ക്ലോസ് ആയ സില്ലി പോയിന്റ്, അയാൾ ഭയങ്കര സില്ലി ആന്നുള്ള മീനിങ്ങിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ഒറിജിൻ. സില്ലി എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ജീവൻ പണയം വെച്ച് അതിന്റെ അടുത്ത് പോയി നിൽക്കുക എന്നുള്ള, ബാറ്ററിയുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞ ഒരു സില്ലിയർ ആയിട്ടുള്ള ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് വരുന്നേക്കുന്നത്. പിന്നെ ലെഗ് സ്ലിപ്പ് ഉണ്ട്, ലെഗ് ഗള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഗള്ളി എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഗള്ളി എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൗണ്ടിലെ പൊസിഷൻസ്. ഇത് നമ്മൾ കുറെ കളി വാച്ച് ചെയ്ത് ആ പൊസിഷൻസ് മനസ്സിലാക്കിയാലാണ് നമുക്ക് കമന്ററിയിൽ അത് ഉപകാരപ്പെടുന്നത്. നമുക്ക് അതിനിപ്പോ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോ ഹോട്ട്സ്റ്റാർ പോലത്തെ ഇതിൽ IPL-ലും അങ്ങനെയുള്ള മാച്ചുകളൊക്കെ, ഇന്റർനാഷണൽ മാച്ചസ് ഒക്കെ അതിൻ്റെ അകത്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ബോളിലും എന്താണ് ഫീൽഡിംഗ് പൊസിഷൻസ്, ഓരോരുത്തരുടെ ഫീൽഡിംഗ് പൊസിഷൻസ് ഇട്ടേക്കുന്നത് എന്നുള്ള അതിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് അതിന്റെ സ്ക്രീനിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി നമുക്ക് എപ്പോഴും ഉപകാരപ്പെടും. എങ്ങനെയാണ് ആ ഫീൽഡ് ഇട്ടേക്കുന്നത്, അത് റിയലി അത് ക്യാമറയിൽ നമുക്ക് കാണുന്നുണ്ട് എങ്ങനെ ഇരിക്കണെന്നുള്ളത്. അത് മറ്റേ ആ ഒരു ചെറിയൊരു ഗ്രാഫിക്സ് പോലെ, ഇതേപോലത്തെ ഒരു ഗ്രാഫിക്സ് പോലെ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് രണ്ടും റിലേറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഹോട്ട്സ്റ്റാറിന്റെ അകത്ത് തന്നെ ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ നമ്മൾ IPL കാണുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് കമന്ററി എന്ന് പറഞ്ഞ ഒരു AI പോലെ കമന്ററി എഴുതി വരുന്ന ഒരു ഏരിയ ഉണ്ട്, ക്രിക്ബസിന്റെ ഏരിയ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ആ ഓരോ ബോളിലും എന്താണ് സംഭവിച്ചത്, ആ ബോൾ എങ്ങനെയാണ് പിച്ച് ചെയ്തത്, അതെങ്ങനെ അടിച്ചു, അത് എങ്ങോട്ട് പോയി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇംഗ്ലീഷിൽ, അത് നല്ല നല്ല നമുക്ക് വേർഡ്സ്, ഇപ്പൊ ഇംഗ്ലീഷ് കമന്ററി, എനിക്കൊക്കെ ഇംഗ്ലീഷ് കമന്ററി ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് കമന്ററി ആണ് പറയാറ് കൂടുതൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുറെ നല്ല ഫാൻസി വേർഡ്സ്, നല്ല ക്യാച്ചി വേർഡ്സ് നമുക്ക് അതിന്റെ അകത്ത് കിട്ടാറുണ്ട്. നമുക്കത് ഈ ഒരു കമന്ററിക്ക് ഉപയോഗിക്കാം. കമന്ററിക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, ക്രിക്കറ്റ് നമ്മൾ ശരിക്കും ചുമ്മാ കാണുക മാത്രമല്ല, അത് നമ്മൾ അതിനെ അതിന്റെ അവര് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും കാര്യങ്ങളും, ആ ബോളിന് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ആ ടെക്നിക്കും അതെല്ലാം കൂടി അത് വായിച്ചുകൊണ്ടും അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡിഫറെന്റ് ഫീൽ കിട്ടും. നമുക്ക് ആ ക്രിക്കറ്റിൽ നിന്ന് കുറെ ഇൻസൈറ്റ്സ് കിട്ടും. ആസ് എ ക്രിക്കറ്റ് പ്ലെയർ, ആസ് എ കമന്റേറ്റർ, എല്ലാം നമുക്ക് അത് ഉപകാരപ്പെടുള്ളൂ. നമ്മൾ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് അത് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, സിമ്പിൾ ആയിട്ട് കാണിക്കുകയാണ്. ഞാനൊരു 11-12 പേരെ വെച്ചൊരു ഫീൽഡ് ജസ്റ്റ് ഇട്ടേക്കുക. 12 പേര് ഇല്ല, അതില് നമുക്കൊരു അറ്റ് എ ടൈം 11 പേർക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അത് ആസ് പെർ ദ റൂൾസ്. ജസ്റ്റ് അത് ഒരു ഇങ്ങനെ കാണിച്ചപ്പോൾ 12 പൊസിഷൻ കാണിച്ചു എന്നുള്ളൂ. ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഒരു ഇമേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ 11 പേരെ ടോട്ടൽ ഉള്ളൂന്ന് വിചാരിക്കുക. 12 ആ തേർഡ് മാൻ എന്ന് പറഞ്ഞ പൊസിഷൻ ഇല്ലാന്ന് വിചാരിക്കുക. 11 പേരുള്ളൂ. അപ്പൊ അതിൽ തേർഡ് മാനെ മാറ്റണം, ഒരാളെ ബോളറായിട്ട് വിടണം. അപ്പോൾ ആക്ച്വലി രണ്ട് പേര് ബോളിങ്ങും വിക്കറ്റ് കീപ്പിംഗും ആയിട്ട് പോയി. എന്നിട്ട് ബാക്കി 9 പേരുടെ പൊസിഷൻസ് ആണ് ഇതിലിട്ടേക്കുന്നത്. അപ്പോൾ സാധാരണ ഇടുന്ന പൊസിഷൻസ് അവർ കാണിച്ചേക്കുവാണ്. ഫൈനലൊക്കെ ഇടാറുണ്ട്, തേർഡ് മാൻ ഇടാറുണ്ട്, പോയിന്റ് ഇടാറുണ്ട്, കവേഴ്സ് ഇടാറുണ്ട്, എക്സ്ട്രാ കവർ ഇടാറുണ്ട്, മിഡ് ഓഫ്, മിഡ് വിക്കറ്റ്, ഇതൊക്കെ ഇട്ടേക്കണം. ഇതെല്ലാം ഇന്നർ ഫീൽഡ് ഇട്ടേക്കണാണ് കൂടുതലായിട്ട് കാണിച്ചേക്കുന്നത്. അതായത് ഒരു അറ്റാക്കിംഗ് ഇൻസൈഡ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു പവർ പ്ലേ പോലത്തെ ഒരു ടൈമിലെ ഫീൽഡ് എന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പൊസിഷൻസ് മനസ്സിലാക്കുക. കാരണം ഇങ്ങനത്തെ പൊസിഷൻസ് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് വരുന്നത് ഈ പൊസിഷൻസിലേക്ക് വരുന്ന ഷോട്ടുകളെ പറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതാണ് ഒരു കമന്റേറ്ററിന്റെ നെക്സ്റ്റ് റോൾ. അപ്പോൾ ഷോട്ട് നമുക്ക്, ഇത് ബേസിക്സ് ആണ് ഷോട്ടിന്റെ ഓരോ പേരുകൾ. അതിനുശേഷം ഷോട്ടുകളെ നമുക്ക് കുറച്ചും കൂടി
അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് പലതരം, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കമന്ററിയിലൊക്കെ നമുക്ക് എഴുതി വരുന്ന കമന്ററിയിലൊക്കെ നമുക്ക് നിറയെ ഫാൻസി വേർഡ്സ് കിട്ടും. അതിൻ്റെ അകത്ത് യൂസ് ചെയ്ത് നമുക്ക് ആ ഷോട്ടിനെ കുറച്ചും കൂടി പൊലിപ്പിക്കാം, കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യം സിമ്പിൾ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഇൻ ലോക്കൽ ടൂർണമെന്റ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബേസിക് സാധനം എപ്പോഴും നമുക്ക് അറിഞ്ഞിരുന്നല്ല. അത് ലേറ്റ് കട്ട് അപ്പോൾ അതായത് ഇതിപ്പോൾ റൈറ്റ് ഹാൻഡ് ബാറ്റർ ആണ്, ആ റൈറ്റ് ഹാൻഡ് ബാറ്റർക്ക് ഒരു ബോൾ എറിഞ്ഞു, അയാൾ അത് വെയിറ്റ് ചെയ്ത് പതുക്കെ തട്ടി കൊടുക്കും, മറ്റേ ഓഫ് സൈഡിലേക്ക് തട്ടുമ്പോഴത്തേക്ക് ആ ബോൾ ബാക്ക് സൈഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ലേറ്റ് കട്ട് ആയിട്ടാണ് പോകുന്നത്. അത് കുറച്ചും കൂടി ഇങ്ങനെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്ക്വയർ ആയിട്ട് പോയാൽ സ്ക്വയർ കട്ട് വരും. പിന്നെ അത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ കട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ഏരിയയിൽ വരാൻ സാധ്യതയുള്ള എന്താണ് ലേറ്റ് കട്ട്, സ്ക്വയർ കട്ട്, ഈ കട്ട് ഡ്രൈവ് ആണ് വരാൻ. ദർ വാസ് കട്ട് ഡ്രൈവ്, ദർ വാസ് ലേറ്റ് കട്ട്, ആൻഡ് ദ ബോൾ റീച്ചസ് ദ ഫെൻസ്. അങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ കവർ ഡ്രൈവ്, സച്ചിന്റെ ഒക്കെ കവർ ഡ്രൈവും സ്ട്രൈറ്റ് ഡ്രൈവ് ഒക്കെ നമ്മൾ ഓൾറെഡി പലപ്പോഴും കണ്ടേക്കുന്ന പുള്ളിയുടെ ഒരു ഐക്കോണിക് ഷോട്ടുകളും ഐക്കോണിക് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടേക്കണം. അപ്പോൾ അതൊക്കെയാണ് കവർ ഡ്രൈവ് സ്ട്രേറ്റ് ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പൊസിഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത് ഒരു തിയറി പോലെ പഠിക്കുക മാത്രമല്ല, നമ്മൾ പല വീഡിയോസ് അനാലിസിസ് ചെയ്യണം, കമന്ററി കേൾക്കണം, കളി കാണണം, അതിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ ഷോട്ടുകൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി ഓഫ് ഡ്രൈവ്, ഓൺ ഡ്രൈവ്, ഓഫ് സൈഡിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന പുഷ് ചെയ്യുന്നതിന് ഓഫ് ഡ്രൈവും, ഓൺ സൈഡിലേക്ക്, ഈ ലെഗ് സൈഡിനെ നമ്മൾ ഓൺ സൈഡ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഈ ഫീൽഡിംഗ് ടേംസിലൊക്കെ, അപ്പോൾ അതിനെ ഓൺ ഡ്രൈവ് എന്ന് വിളിക്കുന്നു. പിന്നെ ബൗൺസർ പോലത്തെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആയിട്ടുള്ള ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പുൾഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതിനെ കുറച്ചും കൂടി നമ്മൾ സ്ക്വയറായിട്ട് അടിച്ചാൽ അത് ഹുക്കായിട്ടായിരിക്കും. രോഹിത് ശർമ്മയുടെ ഹുക്ക് ഷോട്ടും പുൾ ഷോട്ടൊക്കെ നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോട്ടുകളാണ്. പുള്ളിക്ക് എക്സ്ട്രാ ടൈമിംഗ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവാം.